everyone, welcome back to Xylem Learning. Sri Muhammad Shafiq VK chemistry teacher. മക്കളെ നിങ്ങളുടെ SLCക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മക്കൾ ഒരുങ്ങുന്നുണ്ടാവാം. ടെൻഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാം ശരിയാവും, എല്ലാം എളുപ്പമാവും കേട്ടോ. മക്കളെ മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ. ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് മെറ്റൽസിൻ്റെ പ്രൊഡക്ഷൻ, കുറച്ച് ലോഹങ്ങളുടെ നിർമ്മാണം നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാടാ? ഒന്ന് അയൺ അഥവാ ഇരുമ്പ്, മറ്റൊന്ന് കോപ്പർ ഉണ്ട്, പിന്നെ സിങ്ക് ഉണ്ട്, പിന്നെ അലുമിനിയം ഉണ്ട്. ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ആ ഒരു മൊത്തം അങ്ങ് പഠിച്ചു തീർത്താലോ? ഓക്കെ സാർ, ഒരുപാട് സമയം എടുക്കുമോ? ഇല്ലടാ, ചുരുങ്ങിയ സമയം കൊണ്ട് പ്രധാനപ്പെട്ട അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യവും ചർച്ച ചെയ്തുകൊണ്ട് സാർ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് മക്കൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ഏതൊക്കെയാടാ? ഗ്യാങ് എന്താ, ഫ്ലക്സ് എന്താ, സ്ലാഗ് എന്താ. എന്താണ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ? ഒരു ഇമ്പ്യൂരിറ്റിയാണ് അഥവാ അപദ്രവ്യമാണ്. നമ്മളുടെ ഓറിലുള്ള അതല്ലെങ്കിൽ അയിരിലുള്ള പ്രധാനപ്പെട്ട ഒരു അപദ്രവ്യമായിരിക്കും എന്ത് ഗ്യാങ് എന്ന് പറയുന്നത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ഫ്ലക്സ് പറയാം. ഓക്കെ, എന്തായിരിക്കും പ്രത്യേകത? ഗ്യാങ്ങിന്റെ നാച്ചർ എന്താണോ, അതായത് അസിഡിക് ആണെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കണം? ബേസിക് ആയിരിക്കണം. ഗ്യാങ് ബേസിക് ആണെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കണം? അസിഡിക് ആയിരിക്കണം. സോ മക്കളെ, ഇവർ തമ്മിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യപ്പെടാന്ന് വെച്ചാൽ ഗ്യാങ്ങും ഫ്ലക്സും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറും? സ്ലാഗ് ആയി മാറും. മക്കളെ, ഇത് 3 നിങ്ങൾക്ക് ഓർമ്മ വേണം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അയണിന്റെ പ്രിപ്പറേഷൻ ആണ്. മക്കളെ, അയണിന്റെ പ്രിപ്പറേഷൻ ഈ ഒരൊറ്റ ഡയഗ്രാം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം. മക്കൾ നോക്കടാ, നമ്മൾ ആദ്യം ഈ പ്രിപ്പറേഷൻ, അയണിന്റെ പ്രിപ്പറേഷൻ നടക്കുന്ന ഫർണസിന്റെ പേര് പഠിച്ചു വെക്കുക. ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ്. ദെൻ അതിലേക്ക് ചേർക്കുന്ന ആളുകൾ ഏതൊക്കെയാന്ന് ഓർത്തു വെക്കുക. ഒന്ന് നമ്മളുടെ ഓറായിട്ടുള്ള ഹെമറ്റേറ്റ് ആണ്, Fe2O3. മറ്റൊന്നെന്ന് വെച്ചാൽ കാൽസ്യം കാർബണേറ്റ് ആണ്, അതായത് നമ്മളുടെ ലൈം സ്റ്റോൺ ആണ്. ഓക്കെ, അവിടെ സാർ എഴുതിയിട്ടുണ്ട്. അത് എന്തിനാണ് അത് ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവനല്ല ഫ്ലെക്സ്, പക്ഷെ അവൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്ലെക്സിനെ നിർമ്മിക്കുന്നത്. ദെൻ അടുത്തതാണ് കോക്ക് എന്ന് പറയുന്നത്. കാർബൺ ആണ്. അത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ നിരോക്സികാരി ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുന്ന 3 സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ഹെമറ്റേറ്റ്, ലൈം സ്റ്റോൺ, കോക്ക് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല്, കോക്ക് കേട്ടോ. ഇനി ഇവരുടെയൊക്കെ ഡ്യൂട്ടീസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മക്കളെ നോക്കിയടാ, ഇതിൽ ലൈം സ്റ്റോൺ എന്താ ചെയ്യപ്പെടുക? മക്കൾ നോക്കിയടാ, ലൈം സ്റ്റോൺ പോയിട്ട് അത് ഡീകമ്പോസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കാൽസ്യം ഓക്സൈഡ്. ഈ കാൽസ്യം ഓക്സൈഡ് ആണ് ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഹെമറ്റേറ്റിലെ ഗ്യാങ് ആരാന്ന് ചോദ്യം ഉണ്ടായിരിക്കും. അതാണ് സിലിക്ക അഥവാ SiO2, അതല്ലെങ്കിൽ മണൽ, സാൻഡ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ മണൽ എന്ന് പറയുന്നത്, സാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിലിക്ക എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ നമ്മൾ ചേർക്കുന്ന ഫ്ലെക്സ് എന്തായിരിക്കണം? ബേസിക് നാച്ചർ ആയിരിക്കണം. സോ നമ്മുടെ ഇവിടുത്തെ ഫ്ലെക്സ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഇവർ തമ്മിൽ കാൽസ്യം ഓക്സൈഡ് എന്ന ഫ്ലെക്സും ഓക്കെ സിലിക്ക എന്ന ഗ്യാങ്ങും ചേർന്ന് കാൽസ്യം സിലിക്കേറ്റ് എന്ന സ്ലാഗ് ഉണ്ടാകുന്നു. ഈ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൈം സ്റ്റോണിൻ്റെ ഉപയോഗം കിട്ടിയല്ലോ. ഫ്ലെക്സ് നിർമ്മിക്കാനെന്നോ അല്ലെങ്കിൽ ഫ്ലെക്സ് ആയി വർക്ക് ചെയ്യാനെന്നോ ഒക്കെ എഴുതിയാൽ സെറ്റാണ്. ഇനി നമ്മൾ എന്തിനാ കോക്ക് ചേർത്തത് നോക്കണം മക്കളെ. കോക്ക് എന്താ ചെയ്യാന്നറിയോ? കാർബൺ അല്ലേ കോക്ക്. അത് ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് വീണാലുടൻ അവിടെയുള്ള ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആവുകയും പിന്നീട് ആ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായി കമ്പൈൻ ചെയ്ത് അത് കാർബൺ മോണോക്സൈഡ് ആവും. ഈ കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. കോക്കിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം ടു ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനാണ് നമ്മൾ അതിനെ ചേർക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ടു പ്രൊഡ്യൂസ് റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ്. പക്ഷെ നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കുകയാണ് ഹൂ ഈസ് ദ റെഡ്യൂസിങ് ഏജന്റ് എന്ന് ചോദിച്ചാൽ മക്കൾ പറയണം കാർബൺ മോണോക്സൈഡ് ആണ്. ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അവിടെ യാതൊരു വിധത്തിലും നിങ്ങൾ കോക്ക് എന്ന് എഴുതരുത് മക്കളെ. ആരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ് എന്ന് എഴുതണം കേട്ടോ. ഇനി ഈ കാർബൺ മോണോക്സൈഡ് പോയിട്ട് നമ്മുടെ ഹെമറ്റേറ്റിൽ നിന്നും 3 ഓക്സിജനെ ഇവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ അയണിനെ നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന അയണിന്റെ പേരാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. ആ പിഗ് അയണിനെ ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്താൽ, പിഗ് അയൺ ഏകദേശം 4% കാർബൺ ഒക്കെ ഉള്ള മോസ്റ്റ് ഇംപ്യുവർ, അതായത് കുറേ അപദ്രവ്യമുള്ള അയണാണ് പിഗ് അയൺ എന്ന് പറയുന്നത്. അതിനെ ശുദ്ധീകരിച്ച് കിട്ടുന്നതാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ കാർബണിൻ്റെ അളവ് കുറച്ച് കുറയും. പിന്നീടാണ് കിട്ടുന്നത് എന്താണ്? റോട്ട് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ 3 അയണിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക. സെറ്റായില്ലേ? ഇത്രേ ഉള്ളൂ അയണിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ സ്റ്റീൽ എന്താണെന്ന് പഠിക്കണം. അതായത് അയണിലേക്ക് കാർബൺ ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് സ്റ്റീൽ. എന്തിനാണ്? സ്ട്രെങ്ത് കൂട്ടാനാണ് നമ്മളത് ചെയ്യുന്നത്. ഈ സ്റ്റീൽ തന്നെ 3 ടൈപ്പ് സ്റ്റീൽ ഉണ്ട്, മക്കളൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ പഠിക്കാനുള്ളതാണ് അലോയ് സ്റ്റീലുകൾ. അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് ഈ സ്റ്റീലും വേറെയുള്ള മെറ്റൽസും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സങ്കരമാണ് എന്ത് പറയുന്നത്? അലോയ് സ്റ്റീൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ
സങ്കര സ്റ്റീൽ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അതിൻ്റെ ടേബിൾ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, മാംഗനീസ് സ്റ്റീൽ, സിലിക്കൺ സ്റ്റീൽ, നിർബന്ധമായിട്ട് അതിൻ്റെ ഉപയോഗങ്ങളും അതോടൊപ്പം അതിൻ്റെ എലമെൻസും പഠിക്കണം. സിമ്പിളായിട്ട് പഠിക്കാൻ ഒരു എളുപ്പവഴി സാറ് പറഞ്ഞുതരാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കണം. കാരണം സ്റ്റീലാണെങ്കിൽ എന്തായാലും അയണും കാർബണും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാത്തിലും അയണും കാർബണും ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമ്മുടെ ക്രോമിയോ നിക്കലാണ്. അത് മക്കളൊന്ന് ഓർത്ത് വെക്കടാ, ക്രോമിയോ നിക്കലാണ്. ബാക്കിയൊക്കെ നോക്കിയാൽ പേരുമായിട്ട് കണക്റ്റഡാ. മാംഗനീസ് സ്റ്റീൽ, അപ്പോൾ സ്റ്റീലിൻ്റെ പുറമെ മാംഗനീസ്. ഓക്കെ, സിലിക്കൺ സ്റ്റീൽ, അപ്പോൾ സ്റ്റീലിൻ്റെ പുറമെ സിലിക്കൺ. ഇതിൽ സിലിക്കൺ സ്റ്റീൽ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നുള്ള വിളിപ്പേര് അതിനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, റെഡി. അപ്പോൾ സ്റ്റീലിൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അയണിന് വേഗം നമുക്ക് സിങ്കിലേക്ക് പോകാം. ഓക്കെ, ഇത്ര ഉള്ളായിരുന്നു അയൺ കേട്ടോ. സാറാ പറഞ്ഞ പോയിന്റ്സിൽ അപ്പുറം ഒന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സിങ്കിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. സിങ്കിന് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഓർ വേണ്ടേ, മെറ്റൽ ഉണ്ടാക്കണമെങ്കിൽ. സിങ്കിൻ്റെ ഓറായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒന്ന് സിങ്ക് ബ്ലെൻഡ് അഥവാ ZnS ആണ്. പിന്നെ ഒന്ന് കലാമിനാണ്, ZnCO3 ആണ്. മക്കളെ എന്തായാലും അതിനൊന്ന് ചൂടാക്കിയിട്ട് ഓക്സൈഡ് ആക്കണമല്ലോ. 2 ടൈപ്പ് ചൂടാക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണേ. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുക, കാൽസിനേഷൻ എന്ന് വെച്ചാൽ ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുക മക്കളെ. അപ്പോൾ റോസ്റ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ കാൽസിനേഷൻ ചെയ്തിട്ട് സിങ്കിൻ്റെ ഓറുകൾ എന്താക്കി മാറ്റും, സിങ്കിൻ്റെ ഓക്സൈഡ് ആക്കി മാറ്റും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുക, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് കാർബൺ ചേർക്കും. എന്താ ചേർക്കുക, കാർബൺ ചേർക്കും. അപ്പോൾ സിങ്കിൻ്റെ റെഡ്യൂസിങ് ഏജന്റ് ആരാ, സിങ്കിന് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ് ആരാ, കാർബൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാർബൺ പോയിട്ട് ആ ഓക്സിജനെ കൊണ്ടുപോകും. ഓക്കെ, ഓക്സിജനെ കൊണ്ടുപോയിട്ട് സിങ്ക് മാത്രമാക്കി മാറ്റും. കാർബണും ഓക്സിജനും കാർബൺ മോണോക്സൈഡ് ആണ്, ഗ്യാസ് ആയിട്ട് പറന്നു പോകും. ഇത്രയേ ഉള്ളൂ എന്ത്, സിങ്കിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്തത് നോക്കാം, കോപ്പറിൻ്റെ പ്രൊഡക്ഷൻ ആണ്. കോപ്പർ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കോപ്പറിൽ നമുക്ക് കോപ്പറിൻ്റെ ഓർ എടുക്കണം. കോപ്പർ പൈറൈറ്റ്സ് പഠിച്ചിട്ടുണ്ട്, കുപ്രൈറ്റ് പഠിച്ചിട്ടുണ്ട്, കോപ്പർ ഗ്ലാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും ഒക്കെ സൾഫർ ഉള്ള ഓറുകളല്ലേ. സൾഫർ ഉള്ള ഓറാണെങ്കിൽ അതിൻ്റെ സ്യൂട്ടബിൾ കോൺസെൻട്രേഷൻ മെത്തേഡ് എന്തായിരിക്കും, അനുയോജ്യമായ സാന്ദ്രീകരണ രീതി എന്തായിരിക്കും, അത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്, പ്ലവന പ്രക്രിയയാണ്. മറക്കരുത് കേട്ടോ. ഓക്കെ, റെഡി. ഇതുപോലെ തന്നെ മക്കൾ ഓർത്തു വെച്ചോ, ഹെമറ്റൈറ്റ് ഇല്ലേ നമ്മളുടെ അയണിൻ്റെത്, അതിന് സ്യൂട്ടബിൾ ഏതാ ചോദിച്ചാൽ മാഗ്നറ്റിക് സെപ്പറേഷൻ പറയാം. കാരണം ഇരുമ്പുണ്ടല്ലോ. പിന്നെ അത് പറയാം നമുക്ക് ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെ, ജലപ്രവാഹത്തിൽ കഴുകലും പറയാം കേട്ടോ. ഇനി മക്കളെ എന്തായാലും ഒരു ഓറാണെങ്കിൽ ഒരു ഗ്യാങ് ഉണ്ടാവും അല്ലേ. ആലായാൽ തറയുണ്ടാവും, അതേപോലെ ഓറായാൽ എന്തുണ്ടായിരിക്കും, ഒരു ഗ്യാങ് ഉണ്ടായിരിക്കും, അപദ്രവ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആരാണ് കോപ്പറിൻ്റെ ഓറിലുള്ള പ്രധാനപ്പെട്ട അപദ്രവ്യം അഥവാ ഗ്യാങ് എന്ന് വെച്ചാൽ അത് അയൺ ഓക്സൈഡ് ആണ്. എന്ത് ഓക്സൈഡാ, അയൺ ഓക്സൈഡ് ആണ്. അതിൻ്റെ നാച്ചർ എന്താ, ബേസിക് നാച്ചർ ആണ് അവിടുത്തെ ഗ്യാങ്ങിൻ്റെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഏതാ, അത് അസിഡിക് സ്വഭാവമുള്ള സാൻഡ് ആണ് എന്ന് മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, റെഡി. അടുത്തതായിട്ട് മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോപ്പറിൻ്റെ നമ്മളിപ്പോൾ അതിൻ്റെ ഫ്ലെക്സ് ആരാ, ഗ്യാങ് ആരാ എന്നൊക്കെ പഠിച്ചു. ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു സാധനമാണ്. സാർ അതിനെ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം മക്കൾ. എന്തായാലും നമ്മളിപ്പോൾ ഒരു സൾഫൈഡ് ആയിട്ടുള്ള കോപ്പറിൻ്റെ സൾഫൈഡ് ആയിട്ടുള്ള അതായത് ഒരു Cu2S ആണെന്ന് വിചാരിക്കുക മക്കൾ. അത് നിങ്ങളുടെ കയ്യിൽ ആ ഒരു പൊടി ഉണ്ട് നിങ്ങൾ കരുതുക. നിങ്ങൾ അതിനെന്ത് ചെയ്യാണ്, ചൂടാക്കുകയാണ്. എന്താ ചെയ്യുന്നത്, ചൂടാക്കുകയാണ് കേട്ടോ. ചൂടാക്കുമ്പോൾ എയറിൻ്റെ പ്രസൻസിലാണ്, അതായത് റോസ്റ്റിംഗ് ആണ്. ദെൻ ആ ചൂടാക്കുന്ന സമയത്ത് അത് എന്തായി മാറും, Cu2O, അതായത് കോപ്പറിൻ്റെ ഓക്സൈഡായി മാറും. മക്കളെ ഇത് മുഴുവനായിട്ട് ഓക്സൈഡായി മാറുന്നതിന് മുന്നേ ഈ ആദ്യം ഉണ്ടായിട്ടുള്ള കുറച്ച് കോപ്പറിൻ്റെ ഓക്സൈഡ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു സൾഫൈഡിനെ മൊത്തം കോപ്പറാക്കി മാറ്റും. ഇതാണ് കോപ്പറിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ മുഴുവൻ ഓക്സൈഡ് ആക്കി പിന്നെ റിഡക്ഷൻ ഒക്കെ നടത്തണം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവൻ ഒരുമിച്ച് തന്നെ എന്താവും, ഓക്സിഡേഷനും റിഡക്ഷനും ഇവർ തന്നെ നടത്തിക്കോളും. ഓക്കെ, നമ്മൾ വേറെ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കോപ്പർ എന്താ അത്രയും പക്വത ഉള്ള ആളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താടാ, കുപ്രസ് സൾഫൈഡ് പാർഷ്യലി കൺവേർട്ടഡ് ടു കുപ്രസ് ഓക്സൈഡ്. ഓക്കെ, കുപ്രസ് സൾഫൈഡിനെ ചൂടാക്കി ഭാഗികമായിട്ട് കുപ്രസ് ഓക്സൈഡ് ആക്കി മാറ്റും. എന്നിട്ട് കുപ്രസ് ഓക്സൈഡ്, അവിടെ ഉണ്ടായിട്ടുള്ള കുപ്രസ് ഓക്സൈഡ് ദ റിമൈനിങ് കുപ്രസ് സൾഫൈഡിനെ കോപ്പറാക്കി മാറ്റും. ബാക്കിയുള്ള കുപ്രസ് സൾഫൈഡിനെ കോപ്പറാക്കി മാറ്റും. മക്കളെ അങ്ങനെ ഉണ്ടാകുന്ന ഈ കോപ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ, ആ കോപ്പറിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്, അതാണ് ബ്ലിസ്റ്റർ കോപ്പർ. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്, ഇവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് കണ്ടോ മക്കൾ, സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. ഈ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ആ ഗ്യാസ് ഈ കോപ്പറിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക്
കോപ്പർ തണുത്തുറയുമ്പോൾ കോപ്പറിന്റെ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മൾ തണുപ്പിച്ചപ്പോൾ കോപ്പർ എന്തായി, ഹാർഡായി മാറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഗ്യാസ് ഒക്കെ ട്രാപ്പായി പോയി. അങ്ങനെ ആ ഗ്യാസ് ട്രാപ്പ് ആകുമ്പോൾ അവിടെ ഒരു കുമിള പോലെ ആ ഒരു ഗ്യാസ് രൂപപ്പെട്ടു. ദെൻ ആ ഒരു കോപ്പറിന്റെ സ്ട്രക്ചർ വന്നു. അതിനാണ് ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബ്ലിസ്റ്റർ കോപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി കോപ്പറിന്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്, കോപ്പറിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. മക്കൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആനോഡിനെ ഇംപ്യൂർ കോപ്പറായിട്ടും കാഥോഡിനെ പ്യുവർ കോപ്പറായിട്ടും എടുക്കുക. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അത് ചോദ്യമായിട്ട് വരാം, ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്, ആരാണ് ഇലക്ട്രോലൈറ്റ് എന്നുള്ളതും. പിന്നെ ആനോഡിലുള്ള റിയാക്ഷനും കാഥോഡിലുള്ള റിയാക്ഷനും മക്കൾ ഓർത്തു വെക്കുക. എവിടെയാണ് പ്യുവർ കോപ്പർ കിട്ടുക, അത് കാഥോഡിലായിരിക്കും കേട്ടോ. ഓക്കെ, ഡൺ. ഇനി അടുത്തത് നോക്കിയ മക്കളെ, അടുത്തത് നമുക്ക് കോപ്പറിന്റെ അലോയ്സ് ഉണ്ട്. നമ്മളിപ്പം അയൺ പഠിച്ചു, അയണിന്റെ അലോയ്സ് പഠിച്ചു, അതായത് സങ്കരം പഠിച്ചു. കോപ്പറിന് നമ്മൾ 2 എണ്ണമാണ് നമുക്ക് നമ്മളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ബ്രാസും ഒന്ന് ബ്രോൺസും, പിച്ചള, വെങ്കലം. ഓക്കെ, ബ്രാസ് എന്ന് പറയുമ്പോൾ കോപ്പറും സിങ്കും തമ്മിലുള്ള അലോയ് ആണ്. ബ്രോൺസ് എന്ന് പറയുമ്പോൾ കോപ്പറും ടിന്നും തമ്മിലുള്ള അലോയ് ആണ് എന്ന് നമുക്ക് പഠിച്ചു വെക്കുക. അറ്റ് ലാസ്റ്റ് നമ്മൾ പോവാണ് അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷനിലേക്ക്. അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പിലൂടെയാണ്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റും മറ്റൊന്ന് ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിനിയം ഓക്സൈഡ് അഥവാ അലൂമിന. 2 സ്റ്റെപ്പ് ഉണ്ട്. ഈ അലൂമിനിയത്തിന്റെ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഹാൾ ഹെറാൾട്ട് പ്രോസസ്സ്. പഠിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കണം. അതിൽ ഒന്നാമതായി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലീച്ചിങ് ആണ്. ലീച്ചിങ് എന്ന് പറയുമ്പോൾ അത് അലൂമിനിയത്തിന്റെ ബോക്സൈറ്റിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡാണ്, അഥവാ ബോക്സൈറ്റിന്റെ സാന്ദ്രണമാണ്. ലീച്ചിങ് നമുക്കറിയാം, ഒരു ഓർ സോല്യുബിളും ഇമ്പ്യൂരിറ്റി ഇൻസോല്യുബിളുമായിട്ടുള്ള സൊല്യൂഷൻ വേണം. ഇവിടെ ബോക്സൈറ്റിന്റെ ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ട് NaOH സൊല്യൂഷൻ ആണ്. ഓക്കെ, ചൂടുള്ള NaOH ലായനിയാണ്. മക്കളെ, റിയാക്ഷൻ നിങ്ങൾ കാണാതെ പഠിക്കണ്ട, പക്ഷെ ആ റിയാക്ഷൻ കണ്ടാൽ ആ 3 റിയാക്ഷൻസ് ഉണ്ട്. അതിനെ ഓർഡർ എന്താ നിങ്ങൾക്ക് കിട്ടണം. അതിൽ ആദ്യം നമ്മൾ ബോക്സൈറ്റിനെ ചൂടുള്ള NaOH സൊല്യൂഷനിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സോഡിയം അലൂമിനേറ്റ്. ആ സോഡിയം അലൂമിനേറ്റിനെ നമ്മൾ വീണ്ടും ഒന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ, അഥവാ കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അതിലേക്ക് ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് കിട്ടുക. രണ്ടാമതപ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. മൂന്നാമതായിട്ട് നമ്മൾ ആ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിനെ അഥവാ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ ഒന്ന് ചൂടാക്കിയിട്ട് അലൂമിന ഉണ്ടാക്കുക. ഇതാണ് ലീച്ചിങ്ങിന്റെ സ്റ്റെപ്പുകൾ. സാറേ ഒന്നുകൂടി പറഞ്ഞു നോക്കിയടാ, നിങ്ങൾ പറഞ്ഞു നോക്കിയടാ. ഒന്നെന്താടാ, ബോക്സൈറ്റിനെ ഹോട്ട് NaOH സൊല്യൂഷൻ ആയിട്ട് മിക്സ് ചെയ്യുക, സോഡിയം അലുമിനേറ്റ് കിട്ടുക. ആ സോഡിയം അലുമിനേറ്റിലേക്ക് ലേശം അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ കൂടുതൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുക, അവക്ഷിപ്തം ഉണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ അവക്ഷിപ്തത്തെ അല്ലെങ്കിൽ ആ പ്രസിപ്പിറ്റേറ്റ് നമ്മൾ ചൂടാക്കിയിട്ട് അലൂമിന, എന്താ അലൂമിന, Al2O3 ആക്കി മാറ്റുക. ഓക്കെ, ഇനി അടുത്തതെന്താ, ഈ കിട്ടിയ Al2O3യെ നമ്മൾ അലൂമിനിയം ആക്കുന്ന പ്രോസസ്സ് ഇലക്ട്രോളിസിസ് ആണ്. എന്താണ്, ഇലക്ട്രോളിസിസ് ആണ്. മക്കളെ പഠിക്കുക, അലൂമിനിയം ഓക്സൈഡ് അഥവാ അലൂമിനയിലുള്ള 2 അയോണുകൾ ആരൊക്കെയാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ മക്കൾ പറയണം Al+3 അയോണുകളും അതേപോലെ തന്നെ O-2 അയോണുകളുമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ Al+3 അയോണുകളും O-2 അയോണുകളുമാണ് അവിടെ ഉള്ളത്. ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ എന്ന് മക്കൾ അറിഞ്ഞിരിക്കണം. ആനോഡിൽ നടക്കുക എന്താന്ന് വെച്ചാൽ O-2 അയോണുകൾ വന്ന് ഓക്സിഡേഷൻ നടത്തിയിട്ട് ഓക്സിജൻ ഗ്യാസ് ആണ് ഇവിടെ ആനോഡിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആനോഡ് പറഞ്ഞാൽ കാർബൺ ബ്ലോക്കുകളാണ്, പോസിറ്റീവ് കാർബൺ ബ്ലോക്കുകളാണ്. അതുകൊണ്ട് ഈ ഉണ്ടായ ഓക്സിജൻ പെട്ടെന്ന് തന്നെ കാർബണുമായി റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, അതുകൊണ്ട് ഇടയ്ക്കിടെ ഈ കാർബൺ ബ്ലോക്കുകൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് അത് ചോദ്യമായി വരും കേട്ടോ. ഓക്കെ, ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ, അലൂമിനിയം അയോണുകൾ റിഡക്ഷൻ നടത്തിക്കൊണ്ട് പ്യുവർ അലൂമിനിയം ആയിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോളിസിസിൽ എവിടെയാണ് പ്യുവർ മെറ്റൽ കിട്ടുക എന്ന് വെച്ചാൽ അത് കാഥോഡിലായിരിക്കും. അത് ഇൻ കേസ് ഓഫ് കോപ്പർ ആയാലും ഇൻ കേസ് ഓഫ് അലൂമിനിയം ആയാലും ശരി. ഓക്കെ, റെഡി. അപ്പോൾ ഇതാണ് അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതോടൊപ്പം മക്കൾ പഠിച്ചു വെക്കേണ്ടത് എന്താ, അലൂമിനിയത്തിന്റെ 2 അലോയ്സും കൂടി പഠിക്കുകയാണെന്തോ. ഒന്ന് ഡ്യൂറാലുമിൻ ആണ്, മറ്റൊന്ന് അൽനിക്കോയാണ്. ഡ്യൂറാലുമിൻ ആൻഡ് അൽനിക്കോ പേരെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. ഡ്യൂറാലുമിൻ അതാരൊക്കെ, അലൂമിനിയത്തിന് പുറമെ കോപ്പർ, മെഗ്നീഷ്യം, മാംഗനീസ് വന്നാൽ അത് ഡ്യൂറാലുമിൻ ആണ്. അൽനിക്കോ അതാരാ, അയൺ ഉണ്ട്, പിന്നെ അൽനിക്കോ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഇതാണ് അൽനിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള അലൂമിനിയത്തിന് എന്ത് അലോയ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഹസങ്കരം എന്ന് പറയുന്നത്. മക്കളെ, ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാമിന് ഈ ഒരു പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അഥവാ നിങ്ങളുടെ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള
4 മെറ്റൽസിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. സോ മക്കളെ നല്ല ഉഷാറായി തന്നെ നിങ്ങൾ പഠിക്കുക. അല്ലാണ്ട് ഒരു ടെൻഷൻ അടിച്ച് വെറുതെ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളുടെ എക്സാം കുളമാക്കരുത്. എല്ലാം എളുപ്പമായിരിക്കും, എല്ലാം ഉഷാറായിരിക്കും എന്ന് തന്നെ നിങ്ങളെ മനസ്സിൽ കരുതുക. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, എനിവേ നമ്മളുടെ മാരത്തോൺ ലൈവുകളും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒക്കെ കൃത്യമായി മക്കൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുക എന്നുള്ളതിലുപരി ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിരിക്കും. സോ എക്സാം എല്ലാം ഈസി ആയിരിക്കും. സോ നമുക്ക് നമ്മളുടെ ലൈവിലും മറ്റുമൊക്കെ കാണാം. എനിവേ ഇപ്പോൾ ഈ വീഡിയോ സാറോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. സൈനിങ് ഓഫ്.